ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നമാണ് നമ്മുടെ വീടിനുള്ളിൽ ഈർപ്പം കൊണ്ടുണ്ടാകുന്ന നമ്മുടെ ഭിത്തിയിലെ ഡാംനെസ് എന്ന് പറയുന്ന ഇഷ്യൂ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നാണ്, അശോക ഗാർഡൻസ്. ഞാൻ താമസിക്കുന്ന തൃക്കാക്കരയിലാണ്. അപ്പോൾ എറണാകുളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് ഇവിടെ ചുറ്റും പാടശേഖരങ്ങളാണ്, അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ പൈൽ ചെയ്തിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ജീവിക്കാൻ ഏറ്റവും സുഖകരമായ പ്രദേശമാണെങ്കിലും നമുക്ക് ഈ റൈസിംഗ് ഡാംനെസ് പോലത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് നമ്മളിവിടെ ഈ വീട്ടിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ റേസിംഗ് ഡാംനെസിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് ഞങ്ങൾ പല സൊല്യൂഷൻസ് നോക്കി, പല കെമിക്കലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കി. എന്നിട്ടും ആ പെയിൻറ്റ് പീൽ ചെയ്ത് വരിക, അല്ലെങ്കിൽ വാൾപേപ്പർ ഇളകി വരിക, ചെറിയ വെളുത്ത പൗഡർ പോലെ ഇങ്ങനെ പൊടിഞ്ഞ് ഭിത്തി താഴെ വീഴുക, ചെറിയ സോൾട്ട് ഡെപ്പോസിറ്റ്സ് പോലെ ഈ പുട്ടിയിൽ നിന്നൊക്കെ ഇളകി താഴെ വീഴുന്ന പ്രശ്നങ്ങൾ എല്ലാ കോമൺ ആയിട്ടുണ്ടാകുന്ന നമ്മളും ഫേസ് ചെയ്തിരുന്നു. അവസാനം ഞങ്ങളൊരു സൊല്യൂഷനിൽ എത്തിച്ചേരുകയാണുണ്ടായത്. ഞാനും എൻ്റെ ഓഫീസിലെ ടീമും കൂടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. ഞങ്ങൾ ഭിത്തി നന്നായിട്ട് ഇതുപോലെ പീൽ ചെയ്ത് കളഞ്ഞു. ഒരു 90 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ഭിത്തി കംപ്ലീറ്റ് ആയിട്ട് പീൽ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ആ ഭിത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തു. നന്നായി വാക്യൂം ചെയ്തെടുത്ത് പൊടിയെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം 3 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ഫ്ലൂട്ടഡ് പാനൽ മേടിച്ച് നമ്മൾ 3 കട്ട് ചെയ്തു. വേസ്റ്റ് വരാത്ത രീതിയിൽ 90 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്ത് നമ്മൾ നെയിൽ ഫ്രീ അപ്ലൈ ചെയ്തു. സിലിക്കൺ നെയിൽ ഫ്രീ മേടിച്ച് നമ്മളത് ഭിത്തിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ലോക്ക് ചെയ്ത് ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ ലോക്ക് ചെയ്ത് നമ്മൾ ഭിത്തിയിൽ പിടിപ്പിച്ചു. ഈ PVC പാനലുകൾ, നമ്മൾ ഫ്ലൂട്ടഡ് പാനലുകൾ നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് ഭിത്തിയിൽ ഉറപ്പിക്കുക. ഞങ്ങൾ ലിവിംഗ് റൂം, ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിൽ എല്ലാ ഏരിയ, കിച്ചൺ അടക്കമുള്ള എല്ലാ ഏരിയകളിലും ഇത് അപ്ലൈ ചെയ്തു. ഈ ഫ്ലൂട്ടഡ് പാനലിൻ്റെ മുകളിലായിട്ട് നമ്മൾ 40 മില്ലിമീറ്റർ വീതിയുള്ള PVC മോൾഡ് നമ്മൾ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി, ഭംഗിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഇനി ബാക്കി ഉണ്ടായിരുന്ന PVC മോൾഡ് എടുത്ത് നമ്മൾ ചില ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ചില വാളുകളിലൊക്കെ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് പെയിൻറ്റ് ചെയ്ത് കുറച്ച് ഭംഗിയാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ വർക്ക് നമ്മൾ ചെയ്തതിന് ശേഷമുള്ള നമ്മളുടെ ലിവിംഗ് റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലത്തെ മോൾഡ് നമ്മൾ പെയിൻറ്റ് ഫിനിഷിലോട്ട് കൊണ്ടുവന്നു. ബാക്കി വാൾപേപ്പർ കൊടുത്തു ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. ഇതൊരു PVC ഫോം ബോർഡാണ്. അതും നമ്മൾ TV യൂണിറ്റിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തു. പ്രയർ യൂണിറ്റ് ഒരു വുഡൻ ഫ്ലൂട്ടഡ് പാനൽ വെച്ച് ഭംഗിയാക്കി. ഈ ഫ്ലൂട്ടഡ് പാനലിൻ്റെ കോർണർ ഏരിയയിൽ നമുക്ക് 90 ഡിഗ്രി കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്തപ്പോൾ നമ്മൾ ഫ്ലൂട്ടഡ് പാനൽ 90 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വന്ന് അത് നമ്മുടെ സ്റ്റെയർ കേസിലോട്ട് കയറ്റി നിർത്തി. സില്ല് ഏരിയയ്ക്ക് നമ്മളൊരു മൾട്ടിവുഡിൻ്റെ ബോർഡ് വെച്ച് നമ്മൾ ഒന്ന് ഭംഗിയാക്കി. ഇത് കണ്ടില്ലേ, പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ വയലാണ്. അപ്പം നമുക്ക് ഇനി ആ ഡാംനെസ്സിന് ഇഷ്യൂ നമ്മൾ ഒരു കാരണത്തിനും പേടിക്കേണ്ട. വീട്ടിലുള്ളവരെല്ലാവരും ഇപ്പം നിലവിൽ ഹാപ്പിയാണ്. സിറ്റ് ഔട്ടും കാർ പോർച്ച് ഏരിയയും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് മനോഹരമാക്കി. ഹോം റിനോവേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഏത് സമയത്തും ഡിസൈൻ ക്രൂവിലെ എഞ്ചിനീയേഴ്സുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.